ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങളെ ഫാമിൽ നിന്ന് ഒരു 40 കിലോ വരുന്ന ഒരു ഈത്തപ്പഴക്കൊല ഞങ്ങളത് പച്ച വെട്ടിയെടുത്തിട്ട് കാരക്ക ആക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരക്ക എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട് ആക്കുക. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ അവസാനം വരെ കാണാം. നല്ല വലിയ കൊല കേട്ടോ, 2-3 ആളെ സഹായം ഇല്ലാതെ വെട്ടിയിറക്കാൻ പറ്റില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏകദേശം ഈത്തപ്പഴമൊക്കെ കഴിഞ്ഞ് തുടങ്ങി. കുറേ ഫാമിലികളൊക്കെ നമ്മളെ അറിയണ കുടുംബക്കാരൊക്കെ വന്ന് ഈത്തപ്പഴം അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഏതായാലും അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് ആവശ്യം മഞ്ഞ കളറുള്ള ഈത്തപ്പഴം, മൂത്ത ഈത്തപ്പഴം കൊല പൊഴുത്ത് വരുമ്പോഴാണ് നമ്മൾ കാരക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വീഡിയോ ആണ് ചെയ്യുന്നത്. പിന്നെ കാരക്ക എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഈത്തപ്പഴത്തിൽ 40 കിലോളം തൂക്കം വരുന്ന ഈത്തപ്പഴമാണ്. അപ്പോൾ നമുക്ക് സഹായത്തിന് ആളാവശ്യമുണ്ട്. അപ്പോൾ നമ്മളെ അബ്ദുൾ റസാഖാണ് നമ്മളെ സഹായത്തിന് വന്നിട്ടുള്ളത്. ഇത് വലിയ കൊലയുടെ 40 കിലോ തൂക്കമാണ്. ഇതിൻ്റെ 40-45 കിലോ തൂക്കം ഉണ്ടാവും. പൊഴുത്ത ഈത്തപ്പഴം ഉണ്ടായിമേ, പൊഴുത്തവുണ്ട്, പച്ച ഉണ്ട്, പൊഴുത്തുണ്ട്, മീഡിയം പഴുപ്പുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് പച്ചയാണ് ആവശ്യം, നമുക്ക് മഞ്ഞ കളറാണ് ആവശ്യം. അപ്പോൾ നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവാണ്. പൊടി ഉണ്ടാവുക, പൊടി ക്ലീൻ ചെയ്യാണ്. പകുതി പഴുത്തത് പകുതി പച്ചയായിട്ട് നല്ല തിന്നാൻ നല്ല രുചിയാട്ടാ, നല്ല മധുരം. ഇനി നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞാൽ ഇതേപോലെ മഞ്ഞ, നല്ല മൂപ്പായ മഞ്ഞ കളറുള്ളതാണ്. ഈ പൊഴുത്ത് പറ്റൂല കേട്ടോ. ഇതേപോലത്തെ നമ്മൾ പൊട്ടിക്കുക, ഇതൊക്കെ പൊട്ടിക്കണം. പൊട്ടിക്ക. അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇടുക. ഒരൊറ്റ തിള എടുക്കാൻ പാടുള്ളൂ കേട്ടോ, ഒറ്റ തിള. അപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ കാരക്ക ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ തിളപ്പിച്ച് ഒരു തിള തിളച്ചതിൻ്റെ ശേഷം നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയതാണ്. ഇപ്പോൾ ഇത് ഒരു ദിവസത്തെ വെയിലും കൂടി കൊള്ളണത്. കാരക്ക ഏകദേശം കാരക്കായി, ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്. കാറ്റടിച്ചപ്പോൾ പൊടിയായതാണ്. നമ്മളൊന്നുകൂടി ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഉണക്കും. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ കാരക്കായി വരുന്ന സാധനം. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഓക്കെ.